ഫ്ലാഷ്ബാക്ക്. ഇനി അറിയാനുള്ളത് കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ എമ്പുരാന് സാധിക്കുമെന്നുള്ളതാണ്. അതിന് നമ്മൾ 27-ാം തീയതി വരെ കാത്തിരിക്കണം. വീണ്ടും ചരിത്രം കുറിച്ച് എമ്പുരാൻ. It's Abram Qureshi. റിലീസ് ചെയ്ത് 48 മണിക്കൂർ പിന്നീട് മുൻപേ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഖുറേഷി അബ്രാം ഫാമിലി ഓഡിയൻസ് കയറിയപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 3 hours ഫുൾ എന്റർടൈൻമെന്റ് എല്ലാം കൊണ്ടും വി ലൈക്ഡ് ഇറ്റ്. 6 വർഷത്തെ ഇടവേള ലൂസിഫർ വന്നിരിക്കുന്നു. പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും. നീ പോടാ. അത് ഒരു സന്തോഷത്തിനപ്പുറം റെക്കോർഡുകളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ 48 മണിക്കൂർ പിന്നീട് മുമ്പേ 100 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുകയാണല്ലേ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. നമുക്കറിയാം, ഇന്ന് രാവിലെ മുതലൊക്കെ വലിയ ചർച്ചകൾ BJP RSS കേന്ദ്രങ്ങളിൽ നിന്ന് സെൻസർഷിപ്പുമായി ബന്ധപ്പെട്ട് ജാഗ്രത പുലർത്തിയില്ല തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കണ്ടു. പൂർണ്ണമായി തള്ളുന്ന മറ്റ് ക്യാമ്പയിനുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെർച്വൽ ലോകത്ത് നടക്കുന്നുണ്ട്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഇതിനകത്ത് എല്ലാതരം പാർട്ടി, അതായത് എല്ലാതരം പാർട്ടിയുടെ തീവ്രത ഇവര് വ്യക്തമായിട്ട് പൊളിച്ചടിക്കുന്നുണ്ട്. അതെനിക്കിഷ്ടമില്ല. സ്വാഭാവികം. എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും കളിയാക്കി, 3 പാർട്ടിക്കാരെയും കളിയാക്കിയിട്ടുണ്ട്. ഒരാളിനെ മാത്രമായിട്ട് എല്ലാ മറ്റ് ക്യാമ്പയിനുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ വെർച്വൽ ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ സിനിമയുടെ ലോകത്ത് ആളുകൾ തിയേറ്ററുകളിലേക്ക് പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി എമ്പുരാൻ മാറുന്നു. അടിപൊളി, സൂപ്പർ ഹിറ്റ്. ലാലേട്ടന്റെ അല്ല, പൃഥ്വിരാജിന്റെ ഒരു അടിപൊളി ഡയറക്ഷൻ തന്നെ പറയാം. സൂപ്പർ ആയിട്ടുണ്ട്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു കാത്തിരിപ്പൊക്കെ ആയിരുന്നു. തലേ ദിവസം തന്നെ നമ്മൾ 50 കോടി നേട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. നല്ല മേക്കിംഗ് ആണ്, നല്ല ഇതാണ്, ഒരു കുഴപ്പമില്ല. നല്ല സിനിമയാണ്, നല്ല എന്റർടൈൻ, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ല പടമാണ്. സൂപ്പർ. മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം എടുക്കുക എന്ന് പറഞ്ഞ ഒരു ചങ്കുറ്റമാണ്. വിവാദങ്ങളും രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളൊക്കെ സിനിമയെക്കുറിച്ച് മറുവശത്ത് നടക്കുന്നുണ്ടെങ്കിലും ആരാധകരെ സംബന്ധിച്ചോളം 100 കോടി ക്ലബിൽ ഇടം നേടിയെന്നുള്ളത് വലിയ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന തന്നെയാണ്. അതെ, അങ്ങനെ മാരത്തോൺ ഷോകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ തിയേറ്ററിലും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം ഒരു റൗണ്ട് പറയും, പിന്നെ ചെയ്ത് കാണിക്കും. രാഷ്ട്രീയപരമായി സിനിമയെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇങ്ങനെ ഒരു വലിയ നേട്ടം. സത്യം നിഷേധിക്കാനാവില്ല യുവർ ഓണർ. അല്ല, ശരിയാണ്. ശരിയാണ് സാർ, അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല. അതല്ല ഉദ്ദേശം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.